സെൻറ്റ് ജോൺസിൽ സ്റ്റാഫ് നേഴ്സായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് കുവൈറ്റിലാണ്. പോയതിന് ശേഷം എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായി. പിന്നെ അവധിക്ക് വന്നപ്പം ടെൻഷൻ്റെ ആണെന്നൊക്കെ ഓർത്തു. പിന്നെ അച്ഛൻ്റെ അവധിക്ക് വന്നപ്പം ഞങ്ങൾ പരുമല കാർഡിയോളജിസ്റ്റിനെ കാണിച്ചപ്പം ഹാർട്ടിൻ്റെ വാൽവിന് ലീക്കുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈയിടയ്ക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നിയത് കൂടുതലായിരിക്കും. 3 വർഷം കഴിഞ്ഞിട്ട് വരാനാണ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ പറഞ്ഞത്. ഇവിടെ ഹാർട്ടിന് വാൽവിൽ ലീക്കുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര നാളായത്? 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. വീട്ടിൽ നിന്ന് വന്നപ്പോഴൊക്കെ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. സാധാരണ എന്താ സംഭവിക്കുന്നത്? ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ശ്വാസം ഇടയ്ക്ക് തൊണ്ടയടയുന്നവരൊന്നും കയ്യിലോട്ടും അറ്റാക്ക് വരുന്നത് തന്നെ പുറത്തും കയ്യിലും എല്ലാം ഇങ്ങനെ വ്യാപിക്കും. ഇവിടെ മാറി നിൽക്കുക. ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 2 വർഷം. 2 വർഷമായി. കൈ അവിടെ വെച്ചുകൊള്ളുക, ഹൃദയഭാഗത്ത് വെച്ചുകൊള്ളുക. ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നമുക്കെല്ലാം എഴുന്നേറ്റിരിക്കാം. എഴുന്നേറ്റിരിക്കണമേ. നിങ്ങളുടെ കയ്യിൽ നീട്ടിപ്പിടിക്കുക. ഇപ്പോൾ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനപ്രകാരമാണ്. പക്ഷേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ രോഗം ഉണ്ടെന്ന് പറഞ്ഞ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥന കടന്നു ചെല്ലുകയാണ്. നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, അവിടുത്തെ നാമത്തിന്റെ ശക്തി, അവിടുത്തെ വചനത്തിന്റെ ശക്തികൾ ഏറ്റു പറയുന്നത് കർത്താവേ. ഈ മകളുടെ ഹൃദയ വാൽവുകളിൽ വന്നിട്ടുള്ള ലീക്ക് കർത്താവിന്റെ വചനത്താൽ ഇപ്പോൾ എവിടെയാണ്, ഏത് വാൽവിലാണ് തകരാറുള്ളത്, ആ വാൽവിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിച്ചെന്ന് ഇപ്പോൾ ആ ലീക്ക് അവിടുന്ന് മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിയാൽ അവിടെയുള്ള ദ്വാരം അടഞ്ഞു പോകട്ടെ. ഹൃദയ വാൽവുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്വതന്ത്രമാവുക. ദൈവത്തിന്റെ വചനത്തിന് സൃഷ്ടിക്കാൻ ശക്തിയുണ്ട്. ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ മകളെ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. യേശു നിന്നെ സുഖപ്പെടുത്തുന്നു. Be healed in the name of Jesus Christ. Amen. ഈ മകളെ പിടിപ്പിച്ച രോഗത്തിന്റെ എല്ലാ ദുഷ്ടശക്തിയും ഞാൻ ബന്ധിക്കുന്നു. വിട്ടുമാറട്ടെ. വിട്ടുപോയ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. മനസ്സിന്റെ എല്ലാ മുറിവുകളും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ വേദനയും നിരാശയും എല്ലാം വിട്ടുമാറട്ടെ. ശ്വാസം എടുത്ത് വിടുക സഹോദരി. ശ്വാസം എടുത്ത് വിടുക. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. ഗ്ലോറി. ശാന്തമായി ശ്വാസം എടുത്ത് വിടുക. ഫ്രീ ഗ്ലോറി. സൗഖ്യം ഉണ്ടാകട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ be healed. Be healed in the name of Jesus. Fill your child, oh Holy Spirit. Fill. Amen. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് കർത്താവിന്റെ അഗ്നി ഇറങ്ങി ഇപ്പോൾ വിടുതൽ ലഭിക്കട്ടെ. ആമേൻ. കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധങ്ങൾ അഴിയട്ടെ. ആ സഹോദരന്മാരെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. രണ്ട് കൈ കൊടുത്ത് തന്നെ ശ്രുതിച്ച് നന്ദി പറയും. രണ്ട് കൈ കൊടുത്ത് തന്നെ ശ്രുതിച്ച് ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഓ തുബഹതറ. ഇപ്പോൾ എന്ത് സഹോദരി എന്ത് ഫീൽ ചെയ്യുന്നു? വാട്ട് യു ഫീൽ നൗ? ശ്വാസം എടുക്കാൻ സാധിക്കുന്നു? നല്ല ശ്വാസം എടുത്തേ. മൂക്കിലൂടെ തന്നെ ശ്വാസം മൂക്കിലെടുത്ത് മൂക്കിലൂടെ. സോ വാട്ട് യു ഫീൽ നൗ? മുട്ട് വേദന തോന്നുന്നില്ല. പ്രസീമം നേരത്തെ വേദന തോന്നുമായിരുന്നു. അങ്ങനെ തൊടുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു. തൊടുമ്പ് ഇടയ്ക്ക് വേദന ഉണ്ടായിരുന്നു. അത് തന്നെ പൊട്ടുന്ന കൈ നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒട്ടും വേദനയില്ല. നമ്മുടെ കരങ്ങൾ അടിച്ചു കിടത്താൻ നന്ദി പറയട്ടെ. ആമേൻ, ആമേൻ. കർത്താവേ, അങ്ങേക്ക് മഹത്വം, എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവേ. നന്ദി, 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 നന്ദി. ഓ ഇളങ്ങയെ സ്തുതിക്കുന്നു.
ഓക്കെ. എൻ്റെ പേര് ആന്റണി, സ്ഥലം കൊല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം പിടിപെട്ടു. ലോകരക്ഷ ഹോസ്പിറ്റലിൽ കൊല്ലത്ത് ഒരാഴ്ച കിടന്നു. ക്ഷീണിതനായിരുന്നു. 4 സ്നേഹിതരായ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മെഡിസിൻ ഇല്ല, മഞ്ഞപ്പിത്തം കൂടി ആയിരുന്നു. എങ്കിലും എനിക്ക് വേദന എന്ന് ഉള്ളിൽ സങ്കടമൊന്നുമില്ലായിരുന്നു. കർത്താവ് സുഖപ്പെടുത്തുന്ന നല്ല ബോധ്യമുണ്ടായിരുന്നു. അവിടെ നിന്നും ഇവിടെ കോട്ടയത്തിന് വന്നപ്പോഴും കിടങ്ങൂര് ലൂർദ് ഹോസ്പിറ്റലിൽ 2 ദിവസം ട്രിപ്പ് ഇട്ടുകൊണ്ട് ഇടയ്ക്കായിരുന്നു. അത്ര ക്ഷീണിതനായിരുന്നു. അവിടുന്ന് സ്നേഹിതന്മാർ 2 പേര് വന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു നിമിഷം പോലും ഹാളിൽ ഇരിക്കാൻ പറ്റില്ല. അത്രമാത്രം തളർച്ചയും വേദനയുമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ വേദന ഇതായിരുന്നു. ഈ രോഗം സുഖപ്പെടുത്തലെന്നുള്ളതല്ലായിരുന്നു, കർത്താവിനെ ആരാധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വേദനയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വേദന. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നിന്നെ ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിവിടെ കിടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചപ്പോഴത്തേന് ഉള്ളിലൊരു സ്വരം, ബ്രദറിനെ ഒന്ന് പോയി കണ്ട് ദൈവസ്വരം തിരിച്ചറിയാമെന്ന്. അവിടുന്ന് തിരിച്ചു വന്നപ്പോഴാണോ അജിത് ചേട്ടനായിട്ട് വന്നപ്പോൾ ബ്രദർ തിരിച്ചു പറഞ്ഞു വിട്ടു വേറെ കൗൺസിലിനടുത്ത്. ഞാൻ പറഞ്ഞു, കർത്താവെ പരാജയപ്പെട്ടോ? അങ്ങനെ കണ്ടില്ല. തിരിച്ചു വന്നപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു വിശ്വാസത്താൽ ധ്യാനം കൂടാൻ പറഞ്ഞു. ഞാൻ അങ്ങ് വിശ്വസിച്ചു. തിങ്കളാഴ്ചയായിട്ടും എനിക്കൊരു മാറ്റവും കാണുന്നില്ല. വൈകിട്ടായപ്പോഴത്തേന് ചൊവ്വാഴ്ചത്തെ എനിക്ക് ഇവിടുന്ന് തരുന്നത്, ഞാൻ 1 മാസം കൊണ്ട് മുട്ട, മീൻ, ഇറച്ചി, എണ്ണ ഒന്നും കഴിക്കാറില്ല. ഈസ്റ്റർ മുതലേ ഇവിടെ വരുമ്പോഴും സന്തോഷത്തോടെ ചൂട് ചോറ്റിൽ വെള്ളം ഒഴിച്ച് സവാള കൊണ്ടാണ് കഴിക്കുന്നത്. പഴങ്കഞ്ഞിയാണ് രാവിലെ കഴിക്കുന്നത്. സന്തോഷത്തോടെയാണ്, വിരോധമൊന്നുമില്ലായിരുന്നു. അന്ന് തിങ്കളാഴ്ച പഴങ്കഞ്ഞി തീർന്നു പോയി. എന്നിട്ട് ഇഡ്ഡലി ഉപ്പുണ്ട്. എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ പറഞ്ഞു വിശ്വാസത്താൽ കഴിക്കാൻ. ഞാൻ നല്ല സാമ്പാർ വടം കഴിച്ചു വിശ്വാസത്താൽ. പ്രൈസല്ലമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞുള്ള ശുശ്രൂഷ ചൊവ്വാഴ്ചയിൽ കർത്താവ് ഒരു സിറിഞ്ചിനകത്ത് കുറച്ച് ബ്ലഡ്, ഒരു നിറഞ്ഞ സിറിഞ്ച് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. പ്രൈസല്ലമാണ്. അതിങ്ങനെ ശരീരത്തിലോട്ട് കടന്നു വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. അന്നേരം നല്ല അറിയാതെ അങ്ങ് ശരീരം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങി. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയുടെ കാസ ഇതിൽ നിന്ന് കടന്നു വരുന്നു. എൻ്റെ വായിൽ വെച്ച് ഇങ്ങനെ പിടിച്ചു തരുന്നു. ഞാൻ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ അറിയാതെ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. കുർബാന കഴിഞ്ഞ് നിറഞ്ഞ മനസ്സാൽ നാദ എന്ന് പാട്ട് പാടിയപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സ്നേഹിതരോട് പറഞ്ഞ് ചാടി എഴുന്നേക്കാൻ നമുക്ക് കാണാവുന്ന പ്രിയപ്പെട്ടവരെ, ആ നിമിഷം മുതൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ സ്വർഗീയ അപ്പനെ ഞാൻ 8-9 വർഷം കൊണ്ട് എല്ലാറ്റിലും ഉപരിയായിട്ട് ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ ഒന്ന് ആരാധിക്കാൻ പറ്റി. ഇനി മരിച്ചാലും എനിക്ക് സങ്കടമില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിൽ എന്താ ഫീൽ ചെയ്യുന്നത്? ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു? ഒരു അസ്വസ്ഥതയുമില്ല. ഞാനിപ്പം വളരെ സന്തോഷവാനാണ്. ഇവിടെ വരുമ്പോൾ പറഞ്ഞ് എൻ്റെ കൊല്ലത്ത് നിന്ന് വന്നവർക്ക് എല്ലാവർക്കും അറിയാം, ദിവസങ്ങളുകൊണ്ട് എന്നെ കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. 2 പേരും തന്നെയാണ് കിടങ്ങൂർ സ്കൂൾ ഓഫ് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നതും. ഇപ്പോൾ അവരോടൊപ്പം പാടുകയും ചെയ്യാൻ പറ്റുന്ന അവർക്ക് പോലും വിശ്വസിക്കും. ഞാൻ 2 കിലോ ഓറഞ്ച് മേടിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നു. ഇന്ന് ഞാൻ പറഞ്ഞു എനിക്കിനി ഓറഞ്ച് വേണ്ട, ക്ഷീണം മാറ്റാൻ കൊണ്ടുവന്നതാണ്, ഇത് നിങ്ങൾ തന്നെ കഴിച്ചോളാൻ പറഞ്ഞു. നമുക്കൊരു നിമിഷം നമ്മുടെ കയ്യിൽ വിട്ടുപിടിക്കാം. ഈ പരിപാടമാനവർക്ക് കർത്താവേകൾ നന്ദിയോടെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, നിന്നിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് കടന്നു വന്നു. ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തപ്പോൾ ദൈവമേ നിന്റെ ഈ ആശുപത്രിയിലേക്ക് അവൻ കടന്നു വന്ന് നിന്റെ വചനമെന്ന മരുന്ന് ഭക്ഷിച്ച് ആത്മാവ് കൊണ്ട് നിറഞ്ഞ് സമ്പന്നനായി ഇദ്ദേഹം സ്വതന്ത്രനായിരിക്കുന്നു. ഈ മോനെ പീഡിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് ബി രോഗത്തിന്റെ എല്ലാ ശക്തികളും പൂർണ്ണമായിട്ട് ഇവനെ വിട്ടുപോകണം. ഇവന്റെ രക്തത്തുള്ളികളിൽ നിന്ന്, ഇവന്റെ തലമുടി 4 ഉള്ളംകാല് വരെയും ഓരോ കോശങ്ങളിൽ നിന്നും രോഗത്തിന്റെ എല്ലാ ശക്തികളും വിട്ടുപോകണം. ഇനി ഒരിക്കലും അതിലേക്ക് പ്രവേശനമില്ല. ഇവരുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമായിരിക്കട്ടെ. ഞാൻ കാണുന്ന സഹോദരൻ, പരിശുദ്ധ ദൈവമാതാവ് ഇപ്പോൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവളായിട്ട് ഇപ്പോൾ ഈ മകന്റെ അടുത്ത് നിൽക്കുന്നത് കാണുന്നത്. പരിശുദ്ധമായ നിന്റെ വലിയ സാന്നിധ്യം, നിന്റെ വലിയ മാധ്യസം ഈ മകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുവാൻ കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. ഓ വി പ്രൈസ് യു, വി താങ്ക് യു ലോർഡ്. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഇവന്റെ ശരീരവും ഇവന്റെ മനസ്സ് മുഴുവനും നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ശക്തി പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ അടിച്ചു തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം.